ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ച കപ്പലണ്ടി കൊണ്ട് ഫ്രൈ കടലമാവിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ കപ്പലണ്ടി ഫ്രൈ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് പച്ച കപ്പലണ്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ആ നനയോട് കൂടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടലമാവിൻ്റെ പൊടി എല്ലാം കൂടി ഇളക്കി ചേർത്തിട്ട് ഇളക്കി ചേർത്തത് പാകമാക്കിയിട്ട് അതിൽ കപ്പലണ്ടിയുടെ കുറച്ച് നനവുണ്ട് അതിൽ. അപ്പം അതോടുകൂടി അതിന് പിടിക്കും. പിന്നെ കുറച്ച് വെള്ളം തെളിച്ചിട്ട് അല്പം മാത്രമായിട്ട് വെള്ളം തെളിച്ചിട്ട് ചെറിയൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അത് അപ്പം അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ അതുമ്മേ കടലമ്മയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം തെളിച്ച് ഈ കാണുന്ന രൂപത്തിലാക്കി എടുക്കണം. എന്നിട്ട് ഒരു കട്ടിയുള്ള ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറേശ്ശായിട്ട് എടുത്തിടുക. ഇളക്കിയിട്ട് വേണം വെളിച്ചെണ്ണയിൽ ഇടാനായിട്ട്. അത് ഇട്ട വശം ഇളക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പിടിച്ച നേരത്ത് ഇളക്കുക. അപ്പോൾ കുറേശ്ശെ കൂട്ടി പിടിച്ചത് നമ്മൾ ഉലർത്തി കഴിഞ്ഞാൽ അത് റെഡിയായി കിട്ടും. കൈ കൊണ്ട് നമുക്ക് ഉലർത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന കളറാകുമ്പോൾ ബ്രൗൺ കളറാകുമ്പോൾ അത് മൂത്ത് പാകമായിട്ട് കോരി എടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും അതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിൽ ഉലർത്തിയിടണം. ഒന്നിച്ചിങ്ങനെ ബജ്ജിയും പക്കോടയൊക്കെ ഇടുന്ന പോലെ ഇടാൻ പാടില്ല. നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഉലർത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതും അപ്പം തന്നെ ഇളക്കാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി മൊരിച്ചെടുക്കാം. പാകത്തിലായിട്ട് ഉലർത്തി കഴിഞ്ഞാൽ അത് ശരിക്കും വേർപെട്ട് കിട്ടും. കളറാകുമ്പോൾ ഈ പാകത്തിന് വേണം ഉലർത്തിയെടുക്കാനായിട്ട്. പിന്നെ അത് കോരിയിട്ട് കഴിഞ്ഞിട്ടും ഓരോ നോക്കി പിടിച്ചതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് വേർപ്പെടുത്തി വെക്കാം. അങ്ങനെ തവി കൊണ്ട് ഏർപ്പെടുത്താം. ബാക്കിയുള്ളത് പ്ലേറ്റിലേക്കിട്ട് നമുക്ക് കൈ കൊണ്ട് ഏർപ്പെടുത്താവുന്നതാവും. അങ്ങനെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ അത് കോരി മാറ്റി എടുത്ത് വയ്ക്കാം. അങ്ങനെ അതും രണ്ടാമത്തെ ട്രിപ്പും കോരി എടുത്തു കഴിഞ്ഞു. ഇനി ആ വെളിച്ചെണ്ണ ബാക്കിയുള്ളതിൽ കുറച്ച് വേപ്പില അതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അത് ഈ വറുത്തെടുത്ത കപ്പലണ്ടിയുടെ കൂടെ ചേർക്കാനാണത്. വറുത്തെടുത്ത കപ്പലണ്ടി ഉലർത്തി കഴിഞ്ഞാൽ അതിൽ കൂടെ കുറച്ച്
ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു മുളക് പൊടി, നുള്ളു കായപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഈ വേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കി നല്ല പാത്രത്തിലാക്കുക. നല്ല വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ച് വയ്ക്കാം. നമുക്ക് ആവശ്യം പോലെ എടുത്തിട്ട് കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ പുലർത്തി ഒന്ന് കൂട്ടി ഇതാക്കി വയ്ക്കാം, മിക്സ് ചെയ്ത് വയ്ക്കാം. മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും വേപ്പിലയും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പാത്രത്തിലിട്ട് സൂക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അത് ഹെൽത്തിയും കൂടി ആയിരിക്കും. കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അവർ പല പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ ചേർത്തൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. നമ്മൾ വീട്ടിലാകുമ്പോൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണയിൽ ആവശ്യത്തിന് മാത്രമുള്ള വെളിച്ചെണ്ണ ഇട്ടിട്ട് ചെയ്താൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ഉപയോഗിക്കേണ്ടി വരില്ല. കടയിൽ നിന്നും വാങ്ങുന്ന പോലെ കാണാൻ കടയിൽ നിന്നും വാങ്ങുന്ന പോലെയുള്ള പൊരിച്ച കപ്പലണ്ടി നല്ല ടേസ്റ്റോടു കൂടി നല്ല വെളിച്ചെണ്ണയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി